ബിസിനസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർക്കറ്റാണ് ഇന്ത്യ. കാരണം ഇവിടെ 143 കോടി ജനങ്ങൾ ഉണ്ട്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സാണ് ഭിക്ഷാടനം. ഭിക്ഷ എടുത്തുകൊണ്ട് കോടികൾ സമ്പാദിച്ചിട്ടുള്ള കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഭിക്ഷ എടുത്ത് കോടികൾ സമ്പാദിച്ച ഒരാളുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഥയല്ല, ജീവിതം തന്നെ. മുംബൈയിൽ CSTയിലാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷങ്ങൾ വിലയുള്ള വീട്. ഏകദേശം 7.5 കോടി രൂപയുടെ സ്വത്ത് ഇദ്ദേഹത്തിനുണ്ട്. ഇത്രയും കോടികൾ കൈവശമുള്ള ഈ ഭിക്ഷക്കാരന്റെ പേര് ഭരത് ജെയിൻ എന്നാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വളരെയധികം കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുള്ള ഒരു വീട്ടിലാണ് ഭരത് ജെയിൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അടച്ചുറപ്പുള്ള ഒരു വീട് പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നതല്ല അയാളുടെ അവസ്ഥ. കോടികൾ ആസ്തിയുള്ള വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഭരത് ജെയിൻ. സാധാരണ കുടുംബത്തിൽ ജനിച്ച് തെരുവിളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിച്ചുകൊണ്ട് വലിയ ആളുകളായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഭരത് പഠിച്ചിട്ടുമില്ല, സ്കൂളിൽ പോയിട്ടുമില്ല. കഴിഞ്ഞ 40 വർഷമായി ഭിക്ഷാടനമാണ് ഭരത്തിന്റെ പ്രധാന വരുമാന മാർഗം. ഇന്ന് ഒരു ദിവസത്തെ ഇയാളുടെ ശരാശരി വരുമാനം 2000 മുതൽ 2500 രൂപ വരെയാണ്. മാസത്തിൽ 1 ലക്ഷം രൂപ വരെ ഒരുപക്ഷെ ഇദ്ദേഹം സമ്പാദിക്കാറുമുണ്ട്. മുംബൈയിൽ 1.4 കോടി രൂപ വിലയുള്ള 2 ഫ്ലാറ്റുകളും അതുപോലെ തന്നെ താനെയിൽ 30,000 രൂപ വരുമാനം ലഭിക്കുന്ന 2 കടകളും ഇയാൾക്കുണ്ട്. അതുപോലെ ഭാര്യയും 2 ആൺമക്കളും പിതാവും സഹോദരനും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബവും. മുംബൈയിലെ പ്രശസ്തമായ കോൺവെന്റ് സ്കൂളിൽ നിന്നാണ് 2 ആൺമക്കളും വിദ്യാഭ്യാസം നേടിയത്. നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല കാര്യം, എത്ര സമ്പാദിക്കുന്നു എന്നതിലാണ് കാര്യം. ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പുറത്ത് കാണുമ്പോൾ നല്ല സന്തോഷവും സമാധാനവും ഒക്കെയാണ്. എന്നാൽ മിക്ക ആളുകളും തൻ്റെ ജോലിയിൽ തൃപ്തിയുള്ളവരല്ല. അതുപോലെ തന്നെ സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ, ജോലിയൊന്നും അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത, അങ്ങനെയാണ് പലരുടെയും അവസ്ഥ. മാത്രമല്ല ജോലിക്ക് പോയിട്ട് ആവശ്യത്തിനുള്ള പണവും ലഭിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു വ്യക്തി ഭിക്ഷാടനം നടത്തിക്കൊണ്ട് കോടികളാണ് സമ്പാദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തു ചെയ്യുന്നത് എന്നതിലല്ല കാര്യം, സമ്പാദിക്കുന്നതിലാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്.